നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 315 315. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാം അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ഇതിൽ 72 ശ്ലോകമാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ 68, 69, 70, 71, 72 5 ശ്ലോകം ഇതിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് 25-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. അപ്പോൾ ശ്ലോകം 68. അധത്വം അസി നോ ബ്രഹ്മൻ പരമാത്മൻ വിഭശ്ചിതാം വിശ്വം രുദ്രഭയധ്വസ്തം അകുതശ്ചിത് ഭയാഗതി. എന്താ? ഭയങ്ങളില്ലാതെ കണ്ടിരിക്കാൻ ജഗതീശ്വരനെ ശരണം പ്രാപിക്കണം. അല്ലെങ്കിലോ സദാസമയത്തും ആവശ്യം നിഴൽ കണ്ടാൽ കൂടി ഭയവിഹുലരായിട്ട് നമ്മൾ ജീവിതം അസ്ഥാനത്ത് ആവും. അതാ പറയണത്. അപ്പം നോക്ക്, അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. ഹേ പരമാത്മൻ, ബ്രഹ്മൻ, അല്ലയോ പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മസ്വരൂപ, അല്ലയോ പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മസ്വരൂപ, ലോകം കാലഭയത്താൽ നശിപ്പിക്കപ്പെടുന്നതാണെന്ന് അറിയുന്ന ഞങ്ങൾക്ക് നിന്തിരുവടി ഒരുവിധമായ ഭയവും ഇല്ലാതിരിക്കുന്ന രക്ഷകനാകുന്നു. കാലഭയം സാധാരണക്കാർക്കുള്ളതാണ്. എൻ്റെ ഗുരുനാഥൻ ഒരു 30 വർഷം, 30 ഒരു 40 വർഷം മുമ്പേ ഗുരുവായൂരപ്പൻ മാഗസിനിൽ പ്രാണപ്രയാണോത്സവം പറഞ്ഞൊരു കവിത എഴുതുണ്ടായി. എന്ന് പറഞ്ഞാൽ പ്രാണൻ ശരീരത്തിൽ നിന്ന് പ്രയാണം ചെയ്യുന്നത് ഒരു ഉത്സവമാക്കി കരുതാൻ ഓരോരുത്തരും ശ്രമിക്കണം, ഭയക്കരുതെന്നർത്ഥം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയം പ്രാപിച്ച ആൾക്കാർക്ക് മരണഭയമില്ല എന്നർത്ഥം. അതാണ് സത്യം. അപ്പം ഞാൻ അതിൻ്റെ ഭാവാർത്ഥം വരണു. കാലാദികളെയും നിയമനം ചെയ്യുന്ന പരമാത്മാവായും സർവത്ര പരിപൂർണനുമായിരിക്കുന്ന ബ്രഹ്മൻ സകലവും കാലഭീതിക്ക് അധീനമാണെന്നറിയുന്ന ഞങ്ങൾ യാതൊരു വിധമായ ഭയവും ബാധിക്കാതിരിക്കാൻ തക്കവിധം രക്ഷാസ്ഥാനമായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഭഗവാനെ ശരണം പ്രാപിക്കണത് വീടുണ്ടാവാനോ വിവാഹം കഴിയാനോ ജോലി കിട്ടാനോ അല്ല. പിന്നെയോ ഭയം ഇല്ലാതെ കണ്ടിരിക്കാൻ നിർഭയത്വത്തോടു കൂടി അവരവരുടെ സദ്ബുദ്ധിയിൽ വരുന്ന സത്കർമ്മങ്ങൾ ചെയ്ത് പുണ്യം നേടി എന്ത് ചെയ്യണം? ഭഗവാനെ പ്രാപിക്കാൻ. എന്തിന്? പുനരഭി ജനനം പുനരഭി മരണം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ജീവൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത്. അത് ആർക്കേ അറിയുള്ളൂ? തത്വജ്ഞാനികൾക്ക്, വിവരമുള്ളവർക്ക് എന്ന് പറയാം. ഇനി 69-ാമത്തെ ശ്ലോകം നോക്കൂ. ഇതം ജപതഭദ്രം വോ വിശുദ്ധ നൃപനന്ദന സ്വധർമ്മമനുധിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാം. അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? രാജപുത്രന്മാരെ, അതായത് ഇവർ ആരാന്നാ പറഞ്ഞത്? രാജപുത്രന്മാരാണ് അല്ലേ? അപ്പോൾ രാജപുത്രന്മാരെ രാഗാദിദോഷരഹിതന്മാരായിട്ടും ശരീര രക്ഷാധികാര്യത്തെ അനുഷ്ഠിക്കുന്നവരും ഭഗവാനിൽ വയ്ക്കപ്പെട്ട അന്ധക്കരണത്തോടുകൂടിയവരുമായിട്ട് ഇതിനെ ജപിക്കുവിൻ, നിങ്ങൾക്ക് മംഗളം. ഇവിടെയാണ് ഈ നാരായണ കവചം വരുന്നതേ. നാരായണ കവചം ഇവിടെയാണ് വരുന്നത്. ഞാൻ നിങ്ങളോട് 72 ശ്ലോകം എന്ന് 1-2 പ്രാവശ്യം പറഞ്ഞു. അത് തെറ്റ്. 79ആണ്. എൻ്റെ പറ്റിയ തെറ്റാണത്. ഈ അധ്യായത്തിൽ 79 ശ്ലോകമുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ നാരായണ കവചം ആരാ ഉപദേശിച്ചത്? ശ്രീ രുദ്രൻ.
അപ്പോൾ പറയണു, ഹേ രാജപുത്രന്മാരെ, രാഗാതിവൃത്തികളായ ദോഷങ്ങളെ മനസ്സിൽ നിന്ന് തീരെ കളഞ്ഞും ഹിംസാദി ഘോരകർമ്മങ്ങളെ കൂടാതെ, അവിടെയാണ് ഈ അഹിംസാ പരമോ ധർമ്മ എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഇന്ന് ഹിന്ദുക്കൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ഇപ്പോഴും മത്സ്യമാംസാദി മധുപാനം ചെയ്ത് ജീവിതം എന്താണെന്ന് അറിയാണ്ട് പല തെറ്റുകളും ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം എപ്പോഴും ഒരു 6, 8, 10, 12 വയസ്സിൽ അച്ഛനമ്മമാർ പഠിപ്പിക്കണം കുട്ടികളെ. അപ്പോൾ ഹിംസാദി ഘോരകർമ്മങ്ങളെ കൂടാതെ അനായാസേന കിട്ടുന്ന ഫലമൂലാദികളെ കൊണ്ട് ശരീരനിർവഹണ രൂപമായ ധർമ്മത്തെ അനുഷ്ഠിച്ചും ഭഗവാനിൽ തന്നെ മനസ്സിനെ നിലനിർത്തിയും കൊണ്ട് ഈ സ്തോത്രത്തെ നിങ്ങൾ ജപിക്കുവിൻ, നിങ്ങൾക്ക് മംഗളം ഭവിക്കുന്ന. ഇനി ശ്രദ്ധിക്കുക, എന്താ 70ാമത്തെ ശ്ലോകം? തമേവ ആത്മാനം ആത്മസ്ഥം സർവഭൂതേഷവസ്ഥിതം പൂജയധ്വം ഗുണന്തശ്ച ഗൃണന്തശ്ച ധ്യായന്തം സകൃദ്ധരീം. ഇതാണ് ഒന്നാമത്തെ ഒരു ശ്ലോകം. ആത്മാവിൽ ഇരിക്കുന്നവനും സകല ചരാചരങ്ങളിലും വസിക്കുന്നവനുമായ ആത്മാവായ ഹരിയെ തന്നെ കീർത്തിക്കുന്നവരും ധ്യാനിക്കുന്നവരുമായിട്ട് നിരന്തരം പൂജിക്കുവൻ. നിരന്തരം സദാസേവ്യ. അപ്പോൾ സ്വധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതായ ക്രമത്തെ സ്പഷ്ടമാക്കി കൊടുക്കുന്നു. തന്നിലും സർവചരാചരങ്ങളിലും ജീവാത്മാവായും സർവന്തര്യാമിയായും വസിക്കുന്ന ആ ശ്രീഹരിയെക്കുറിച്ച് തന്നെ കീർത്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരം പൂജിക്കുവൻ. ഇത് നമ്മൾ ചെയ്യണില്ല, അവിടെയാണ് പ്രശ്നം. 71 യോഗാദേശമുപാസാദ്യ ധാരയന്തോ മുനിവ്രതാഃ സമാഹിതധിയ സർവ ഏതദഭ്യസദാധൃതാം. യോഗദേശത്തെ ഭൂമി, ഈ ഭാരതത്തിനാണ് ഈ യോഗഭൂമി എന്ന് പറഞ്ഞത്, യാഗഭൂമി എന്നും പറയാം. യോഗദേശത്തെ പ്രാപിച്ചിട്ട് മനസ്സിൽ ധരിച്ചവരും സാവധാനമായ ബുദ്ധിയോടുകൂടിയവരും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാഹിതതിയ, സാവധാനമായ ബുദ്ധിയോടുകൂടിയവരും മുനികളെ പോലെ ദീക്ഷിച്ചവരുമായിട്ട് എല്ലാവരും ആദരിക്കുന്നവരായിട്ട്, അതാണ് എല്ലാവരും ആദരിക്കുന്നവരായിട്ട് തീരണമെന്നാണ്. ഇതിനെ അഭ്യസിക്കുവൻ. അഭ്യസിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്, മനസ്സിലായോ? എന്നിട്ട് പറയണു, യോഗദേശം എന്നു പേരായ ഈ സ്തോത്രത്തെ എന്നിൽ നിന്ന് കേട്ട് മനസ്സിൽ ഉറപ്പിച്ചവരും മുനികളെ പോലെ ആഹാരാദി നിയമങ്ങളോടുകൂടിയവരും മനസ്സിനെ ചലിപ്പിക്കാതെ ഭഗവത് രൂപത്തിൽ തന്നെ നിർത്തുന്നവരായിട്ട് നിങ്ങളെല്ലാവരും ഇതിനെ ആദരപൂർവം ആവർത്തിച്ച് ജപിക്കുവിൻ എന്ന് പറഞ്ഞു. 72 ഇതം ആഹപുരസ്മാകം ഭഗവാൻ വിശ്വസൃക്പതി ഭൃഗ്വാദീനം ആത്മജാനാം ശുശ്രൂഷു സംശിസൃക്ഷതാം. സൃഷ്ടിയിൽ തൽപരനായ ഭഗവാനായ ബ്രഹ്മാവ് വേണ്ടതുപോലെ സൃഷ്ടിപ്പാൻ ആഗ്രഹമുള്ള ഭൃഗു മുതലായ പുത്രന്മാരായ ഞങ്ങൾക്ക് പണ്ട് ഇതിനെ ഉപദേശിച്ചു എന്ന് പറയുന്നു. ഈ ശാസ്ത്രത്തിൻ്റെ പാരമ്പര്യത്തെ പറയുന്നു. നല്ലല്ലേ ആൾക്കാർക്ക്, പുതുതായിട്ടുള്ളവർക്ക് ഇതിനോടൊരു അടുപ്പം തോന്നുള്ളൂ. ഇത് എന്നാൽ സ്വന്തമായി കൽപ്പിക്കപ്പെട്ടതല്ല. ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മദേവൻ്റെ ആജ്ഞാനുസരണം പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ഭൃഗാദികളായ ഞങ്ങൾക്ക് സാക്ഷാൽ ജ്ഞാനമൂർത്തിയായ ബ്രഹ്മദേവൻ ഉപദേശിച്ചതാകുന്നു. അതുകൊണ്ടാണ് പ്രജാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും ഇതിനെ ഞാൻ ഉപദേശിച്ചതെന്ന് സാരം എന്ന് പറഞ്ഞു.
73 തേ വയം നൗദിതാ സർവേ പ്രജാസർഗേ പ്രജേശ്വരാः അനേന ധ്വസ്തതമസഃ സിസൃക്ഷ്മോ വിവിധാ പ്രജാം. പ്രജാപതികളായ ഞങ്ങളെല്ലാവരും പ്രജാസൃഷ്ടിയിൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് ഇതിനാൽ പ്രതിബന്ധങ്ങളെ അതിക്രമിച്ചവരായിട്ട് നാനാവിധത്തിലുള്ള പ്രജകളെ സൃഷ്ടിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഈ സ്തോത്രത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പ്രജകളെ വർദ്ധിപ്പിക്കണമെന്നുള്ള ബ്രഹ്മാജ്ഞയെ പരിപാലിപ്പാൻ പുറപ്പെട്ട പ്രജാപതികളായ ഞങ്ങളെല്ലാവരും ഈ സ്തോത്രത്തിൻ്റെ നിരന്തര പഠനമാഹാത്മ്യത്താൽ പ്രജാസൃഷ്ടിയിൽ യാതൊരു തടസ്സവും നേരിടാത്തവരായിട്ട് നാനാവിധ പ്രജകളെ സൃഷ്ടിച്ചു. അപ്പോൾ അനുഭവമാണ് പറഞ്ഞത്. 74 അധേദം നിത്യതായുക്തോ ജപന്നവഹിതസ്പുമാൻ അജിരാശ്രേയ ആപ്നോതി വാസുദേവപരായണ. വാസുദേവപരായണന്മാരായിട്ട് തീരും നിങ്ങൾ, എല്ലാ വിഘ്നങ്ങളും ഇല്ലാതെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ നിരന്തരം പുരുഷൻ സാവധാന ചിത്തത്തോടുകൂടിയവനും, ഇമ്പോർട്ടൻ്റ് ആണത്, സാവധാന ചിത്തം. നാരായണീയൊക്കെ വായിക്കണ കേട്ടാൽ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമൊക്കെ ജപിക്കണ കണ്ടാൽ നമ്മൾക്ക് സങ്കടം തോന്നും. റോക്കറ്റ് പോണ സ്പീഡിൽ പാടില്ല, സാവധാനം അതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം മനനം ചെയ്തും കൊണ്ട്. അപ്പോൾ സാവധാന ചിത്തത്തോടു കൂടിയവനും വസുദേവനാകുന്ന പരമായ ആശ്രയത്തോടു കൂടിയവനും, വാസുദേവനാകുന്ന പരമായ ആശ്രയത്തോടു കൂടിയവനും മനസ്സിനെ ദൃഢമായി വാസുദേവനിൽ നിർത്തിയവനുമായിട്ട് ജപിക്കുന്നവനായാൽ കാലതാമസം കൂടാതെ ശ്രേയസ്സിനെ പ്രാപിക്കുന്നു. ഏതാ ശ്രേയസ്? മോക്ഷം. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. ഈ സ്തോത്ര പഠന ഫലം പറയുന്നു. ഇപ്പം സ്തോത്രം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതടുത്തല്ലേ പറയുള്ളൂ. ബ്രഹ്മദേവൻ ഞങ്ങൾക്ക് ഉപദേശിച്ചതും അനുഭവരൂപേണ ഫലം കാണപ്പെട്ടിരിക്കുന്നതുമായ ഈ സ്തോത്രത്തെ ഏതൊരു പുരുഷൻ ശ്രീ വാസുദേവനെ പരാശ്രയമായി കരുതി മനസ്സിനെ ചലിപ്പിക്കാതെ അന്യവിഷയാസക്തി കൂടാതെ നിരന്തരം ജപിക്കുന്നുവോ അവൻ ആഗ്രഹിക്കുന്ന പുരുഷാർത്ഥത്തെ കാലതാമസം കൂടാതെ പ്രാപിക്കുന്ന. ധർമാർത്ഥ കാമം ആണോ അന്നത്, അല്ല മോക്ഷം വേണോ അത്. ഇത് നാലെണ്ണത്തിൽ ഏതാണെങ്കിലും കാര്യം നടക്കും. അപ്പോൾ ഈ സ്തോത്രത്താൽ ശീഘ്രം പ്രസന്നനാകുന്ന ഭഗവാൻ അവൻ്റെ അഭീഷ്ടത്തെ നൽകുമെന്ന് സാരം. ഇനി 75-ാമത്തെ ശ്ലോകം. ശ്രേയസാം ഇഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനനൗ ഔർവസനാർണവം. അതായത് ഭവസാഗരം താണ്ടാൻ ഇത് പ്രബലമായിട്ടുള്ളൊരു ശക്തിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വരുന്നത്. ഇതിൽ സകല ശ്രേയസ്സുകളിൽ വെച്ച് പരമശ്രേയസ് അറിവ് തന്നെ. അറിവാകുന്ന കപ്പലിനെ ആശ്രയിച്ചവൻ, അതാണ് പറഞ്ഞതിപ്പോൾ. അറിവാകുന്ന കപ്പലിനെ ആശ്രയിച്ചവൻ കരകാൺമാൻ പ്രയാസമുള്ളതായ ദുഃഖസമുദ്രത്തെ സുഖമായി കടക്കുന്നു. അതിന് ഇന്ധനതാ ഭഗവാന്റെ കൃപയാകുന്ന കാറ്റ്. നമ്മുടെ കയ്യിലിപ്പോൾ വടക്ക് നോക്കിയ യന്ത്രമൊന്നുമില്ല, ജെറ്റ് എഞ്ചിൻ ഇല്ല, ഒന്നൊന്നും വിചാരിക്കണ്ട. കരയ്ക്ക് അണയാൻ വിധിക്കപ്പെട്ടവൻ കരയ്ക്കണയും, ഇല്ലാത്തവനാണ് കയ്യിൽ. അപ്പോൾ ഇവിടെ ഏതാ കര? മോക്ഷതീരം. എവിടെ? സാക്ഷാൽ വൈകുണ്ഠത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് ഈ പറയേണ്ടത്. അഭീഷ്ടം സാധിക്കുമെന്ന് സൂചിപ്പിച്ച് ഉപദേശിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എല്ലാം ശ്രേയസ്സു തന്നെയെങ്കിലും, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ നാലും ശ്രേഷ്ഠമാണ്. പക്ഷേ അവയിൽ വെച്ച പരമമായ ശ്രേയസ് ഭഗവാന്റെ ലീലാവതാരങ്ങളെക്കുറിച്ചുള്ള പരമപ്രേമലക്ഷണയായ ഭക്തിദ്വാരാ സിദ്ധിക്കുന്ന പരമാനന്ദാനുഭവരൂപമായ ജ്ഞാനം തന്നെയാണെന്നറിയണം.
എന്തുകൊണ്ടെന്നാൽ അന്യപുരുഷാർത്ഥങ്ങളെ എല്ലാം പുനർജന്മത്തിന് കാരണമായിരിക്കുന്നവയാകയാൽ ആത്യന്തിക ദുഃഖനിവൃത്തിക്ക് കാരണമായി വരുന്നില്ല. ആനന്ദാനുഭവരൂപമായ ജ്ഞാനമാകുന്ന കപ്പലിനെ ആശ്രയിച്ച പുരുഷൻ വ്യക്തി കരകാൺമാൻ പ്രയാസമായിരിക്കുന്ന ദുഃഖസമുദ്രത്തെ പ്രയാസം കൂടാതെ കടക്കുന്നു. പുനരാവൃത്തിരഹിതമായ പരമസായുജ്യത്തെ പ്രാപിക്കുന്നു. അതിനാൽ പരമനിർവൃതിക്ക് സാധനമായ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നവർക്ക് തന്നെ വിവേകി എന്ന് സാരം. അപ്പോൾ ജ്ഞാനമാണ് ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ജ്ഞാനവാൻ ലഭതേ കാര്യം, അല്ലേ? അപ്പം ജ്ഞാനം തരണേ, അങ്ങയുടെ പാതാരവിന്ദത്തിൽ അവിസ്മരണീയമായിട്ടിരിക്കാനും അങ്ങയോട് നിരന്തര ഭക്തി ഉണ്ടാവാനും അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി 76-ാമത്തെ ശ്ലോകം. യ ഇമം ശ്രദ്ധയാ യുക്തോ മദ്ഗീതം ഭഗവത്സ്തവം. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അധീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസോ. ശ്രദ്ധാസഹിതനായ യാതൊരുവൻ, ശ്രദ്ധയോടുകൂടിയിരിക്കുന്നവന് മാത്രമേ ഇത് പറ്റുള്ളൂ. എന്നാൽ ഗാനം ചെയ്യപ്പെട്ട ഭഗവാന്റെ ഈ സ്തോത്രത്തെ പഠിക്കുന്നവനാകുന്നുവോ ഇവൻ ആരാധിപ്പാൻ പ്രയാസമുള്ള ഹരിയെ പൂജിക്കുന്നു. പ്രയാസമുള്ളതാണ്, അത് നിഷ്പ്രയാസമാവും. അതിന് ഭാവാർത്ഥം നീ പറയുന്നത്. എന്നാൽ ഗാനം ചെയ്യപ്പെട്ടതായ ഈ ഭഗവാന്റെ സ്തോത്രത്തെ ശ്രദ്ധാസഹിതനായിട്ട് ഏതൊരുവൻ പഠിച്ച് കീർത്തനം ചെയ്യുന്നുവോ അവൻ മറ്റു വിധത്തിൽ ആരാധിപ്പാൻ വളരെ പ്രയാസമുള്ള ശ്രീഹരിയെ സുഖമായിട്ട് ആരാധിക്കുന്നു. ഈ സ്തോത്ര കീർത്തനത്താൽ ഭഗവാൻ ശീഘ്രം പ്രസാദിക്കുന്നു. അത് നിമിത്തം അഭീഷ്ടം സാധിക്കുന്നുവെന്ന് സാരം എന്ന് പറഞ്ഞു. ഇനി 77-ാമത്തെ ശ്ലോകം. വിന്ദതേ പുരുഷോ അമുഷ്മാദ്യദ്യതിച്ഛത്യ സത്വരൻ മദ്ഗീതഗീയാത് സുപ്രീത ശ്രേയസാം ഏകവല്ലഭാത്. അതായത് ഇവിടെ എന്താ പറയുന്നത്? അസത്വരൻ ആരാ? ബദ്ധപ്പാടോട് കൂടാതിരിക്കുന്ന പുരുഷൻ. പുരുഷൻ ഗീതാത് എന്നൊരു വാക്കുണ്ട് അവിടെ. അത് കിട്ടി, അത് താഴ്ത്താ. അപ്പോൾ എന്നാൽ ഗാനം ചെയ്യപ്പെട്ട സ്തോത്രത്താൽ സ്തുതിക്കപ്പെട്ടവനും. ഇനിയാണ് സുപ്രീതാത്, അതും താഴെയാണ്. ഏറ്റവും സന്തുഷ്ടനും ശ്രേയസാം. അതവിടെ നോക്കട്ടെ, ഒരു മിനിറ്റ്. ശ്രേയസാം, സുപ്രീത ശ്രേയസാം ഉണ്ട് ഇവിടെ. ശ്രേയസ്സുകളുടെ ഏകവല്ലഭാത്, അതും താഴെ തന്നെയാണ്. 2-ാമത്തെ ശ്ലോകത്തിലാണ്, വരിയിലാണ്. അപ്പോൾ പറഞ്ഞു ശ്രേയസ്സുകളുടെ ഏകാശ്രയഭൂതനുമായ ഈ ദേവനിൽ നിന്ന്. അതിനാണ് അമുഷ്മാത് എന്ന് പറഞ്ഞത്. അമുഷ്മാത്, അത് മുകളിലാണ്. അമുഷ്മാത് യത് ഇച്ഛത്. അപ്പോൾ എനിക്ക് ആ മോളിലത്തെ വഴി മുഴുവൻ കിട്ടി. അമുഷ്മാത് യത് ഇച്ഛതി എന്നാ. യത് ഇച്ഛതി, ഏതേതിനെ ഇച്ഛിക്കുന്നുവോ അതിനെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ ആ ശ്ലോകം എങ്ങനെ പിരിക്കാന്നുള്ളതാണ് പറഞ്ഞത്. ബിന്ദതേ പുരുഷോ അമുഷ്മാത് യത് ഇച്ഛതി അസത്വരൻ. എന്തൊരു രസമാണ് ഉണ്ടോ. എനിക്കതിനുള്ള സമയമില്ല. അത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളാണ്. എൻ്റെ ഉദ്ദേശം ഈ ആഖ്യാനം നിങ്ങളെങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കാം. പറഞ്ഞോ? അപ്പോൾ ആഖ്യാനം തുടങ്ങാം നമുക്ക്. ഭാവാർത്ഥം. ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതായ സ്തോത്രത്താൽ സ്തുതിക്കപ്പെടുന്നവനും അതിനാൽ തന്നെ പരമപ്രീതിയെ പ്രാപിച്ചവനും സർവപുരുഷാർത്ഥങ്ങളുടെയും ഏകാശ്രയഭൂതനുമായ ഭഗവാനിൽ നിന്ന്
ആ പുരുഷൻ ഏതൊന്നിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ പ്രാപിക്കും. ഫലം സിദ്ധിക്കുന്നതിൽ കാലവിളംബം കാണപ്പെടുന്ന പക്ഷം അക്ഷമനായി ഭവിക്കാതിരിപ്പാൻ ശ്രദ്ധ വയ്ക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമയില്ലാതെ കണ്ട് ഇട്ടോടിപ്പോരുത്. അത് നമ്മളിവിടെ പ്രത്യേകം എഴുതി വെക്കണം. ഏത്? 521 പേജ് നമ്പർ 521. ക്ഷമ, അക്ഷമെന്ന് എഴുതാം. അപ്പോൾ ഭക്തന്മാരുടെ ഹിതത്തെ അനുഗ്രഹരൂപേണ സാധിപ്പിക്കുന്ന ഭഗവാൻ ഭക്തിയുടെ ദാർഢ്യത്തിനായിട്ട് ഫലദാനത്തിൽ കാലവിളംബം വരുത്താൻ എളുപ്പമുണ്ട്. ചിലപ്പോൾ ഇപ്പം തരേണ്ടത് കുറച്ച് മെല്ലെ തരുള്ളൂ ഭഗവാൻ. എന്തിനാ? നമ്മളെ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ പിന്നെ എന്താണെന്നാ പറയുക, നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷ പാസ്സാവണം നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോൾ ഭക്തൻ അക്ഷമ നിമിത്തം ഭക്തിയെ വിട്ടുകളയാതെ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കയില്ലെന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടെ നിരന്തരം ഭജിച്ചു കൊള്ളണം. ഞാൻ ഈ ആഖ്യാനം പഠിക്കുക കാരണം ഞാൻ രക്ഷപ്പെട്ടത് ജീവിതത്തിൽ. കാരണം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ മഹാമോശമാണ്. അത് കാരണം എനിക്ക് ഈ ശ്ലോകത്തിലൊന്നും യാതൊരു താല്പര്യമില്ല. ഞാനൊന്നും കാണാൻ പാഠം പഠിക്കാറില്ല. പക്ഷെ പ്രഭാഷണം ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ വിട്ടു കൊടുക്കില്ല. അത് ഈശ്വരൻ തന്നൊരു കഴിവ്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് വേണം? 1500 റുപ്യ പോയാൽ പോട്ടെ. ഈ ഭാഗവതം ആഖ്യാനം 6 വോള്യം 8 വോള്യം ഉള്ളത് ഗുരുവായൂർ ദേവസ്വത്തിൽ ഇപ്പം കിട്ടുന്ന സമയമാണ്. ഇപ്പം നിങ്ങൾക്ക് വാങ്ങാം. വാങ്ങി കണ്ണും ചീമ്പി ശ്ലോകവും വാക്കാർത്ഥം അവിടെ നിന്നോട്ടെ. ആഖ്യാനം ഒരു 3-4 പ്രാവശ്യം വായിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിങ്ങൾക്ക് മാറ്റിമറിക്കാം. എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്, നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. സത്യം സത്യം സത്യം. മനസ്സിലായില്ലേ? അപ്പോൾ 78ാമത്തെ ശ്ലോകം നോക്കുക. ഇദം യ കല്യബുദ്ധായ പ്രാഞ്ജലി ശ്രദ്ധയാന്വിതാം ശൃണുയാ ശ്രാവയേൻ മർത്യോ മുച്ചതേ കർമ്മബന്ധനേ. കർമ്മബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ് ഈ സ്വസ്ത്രം എന്നാണ് പറഞ്ഞത്. പ്രാതകാലത്തിൽ എഴുന്നേറ്റിട്ട് ശ്രദ്ധയോടുകൂടിയവനും അഞ്ജലീബന്ധം ചെയ്തവനുമായിട്ട് യാതൊരുവൻ ഇതിനെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ ആ മനുഷ്യൻ കർമ്മരൂപങ്ങളായ ബന്ധനങ്ങളാൽ മോചിക്കപ്പെടുന്നു. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എന്താ? പ്രാതകാലത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി ചെയ്ത് കൈകളെ യോജിപ്പിച്ച് ശിരസിൽ വെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ഈ സ്വസ്ത്രത്തെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്ന പുരുഷൻ പുനർജന്മ മരണങ്ങൾക്ക് കാരണങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് മുക്തനായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ പിന്നെ പൃഥ്വിരാജത്തിൻ്റെ അവസാനത്തെ ശ്ലോകം വരുന്നു 79. അതായത് ചതുർത്ഥ സ്കന്ധം 24-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകം. ഗീതം മയേദം നരദേവ നന്ദനാ പരസ്യ പുംസ പരമാത്മനസ്തവം ജബന്ധ ഏകാഗ്രതിയസ്തവോ മഹൽ ശരദ്ധ മന്ദേ തദ ആപ്സ്യധേപ്സിതം. രാജപുത്രന്മാരെ, എന്നാൽ ഗാനം ചെയ്യപ്പെട്ടതായ അന്തര്യാമിയായ പരമപുരുഷൻ്റെ ഈ സ്വസ്ത്രത്തെ ഏകാഗ്രമായ ബുദ്ധിയോടുകൂടിയവരായിട്ട് ജപിക്കുന്നവരായിട്ട് മഹത്തായ തപസ്സിനെ അനുഷ്ഠിപ്പിൻ. അവസാനത്തിൽ അതിൽ നിന്ന് അഭീഷ്ടത്തെ പ്രാപിക്കും. ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. ഭാവാർത്ഥം എന്താ? ശ്രവണ കീർത്തനാദി ഫലങ്ങളെ കേൾപ്പിച്ചതിനു ശേഷം ശ്രീരുദ്ധൻ പ്രചേതസ്സുകളെ അനുഗ്രഹിക്കുന്നു. ഹേ രാജകുമാരന്മാരെ. അപ്പോൾ ഈ പ്രചേതസ്സുകളാണ് രാജപുത്രന്മാരെന്നുള്ളത് കേട്ടോ. അത് മറക്കണ്ട. എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്തിൽ അന്തര്യാമി രൂപേണ വസിച്ച് സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമപുരുഷനെക്കുറിച്ച് എന്നാൽ നിങ്ങൾക്കായി ഉപദേശിക്കപ്പെട്ട ഈ സ്വസ്ത്രത്തെ ഭഗവാനിൽ തന്നെ അർപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടെ ജപിച്ചുകൊണ്ട്
മഹാതപസ് ചെയ്യുവിൻ. തപസ്സിൻ്റെ പരിപാകകാലത്തിൽ ആ ഭഗവാനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സിദ്ധിക്കും എന്നാണ് പറഞ്ഞത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ മോക്ഷപ്രകരണേ, മോക്ഷം കിട്ടാനുള്ള പ്രകരണം, പ്രചേതസോവാഖ്യാനെ സായുജ്യ സാധനാ നിരൂപണം, സായുജ്യം നേടാനുള്ള സാധനാ നിരൂപണം നാമ ചതുർവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത്രയും പ്ലെയിനായിട്ടുള്ള ഒരു ആഖ്യാനം ആരെ പറ്റിയിട്ടാണ്? സാക്ഷാൽ ശ്രീമൻ നാരായണൻ അല്ലേ? ആ നാരായണൻ്റെ, ശ്രീമൻ നാരായണൻ്റെ അനുഗ്രഹാശിസ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവട്ടെ എന്നും അതിന് പ്രധാന കാരണമായി തീരുന്ന നമ്മുടെ പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ ഇത് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള സത്യത്തെ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നതിൽ എനിക്ക് എന്താണ് പറയുക, സന്തോഷമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.